2020 ജൂലൈയിൽ ഇന്ത്യയിൽ പുതിയ സ്ക്രാപ്പ് നയം വന്നേക്കുമെന്ന റിപ്പോർട്ട്. കേന്ദ്ര ഗതാഗത മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയിരിക്കുന്നത്. വാഹന വ്യവസായത്തിനും ഉരുക്കു വ്യവസായത്തിനും ശക്തി പകരുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പുതിയ നയമനുസരിച്ച് 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിച്ചുകളയും. ഇതിലൂടെ ഉരുക്കു വ്യവസായത്തിന് കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ കിട്ടാൻ സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ വാഹന വ്യവസായ രംഗത്തുണ്ടാക്കിയ ആഘാതം ഇതിലൂടെ മറികടക്കാനാകുമെന്നും കരുതുന്നു. സ്ക്രാപ്പ് നയത്തിലൂടെ 2030 ഇന്ത്യയുടെ ഉരുക്കുൽപാദനം പ്രതിവർഷം 30 കോടി ടണ്ണാക്കാനുള്ള ദേശീയ ഉരുക്കുനയത്തിന്റെ ഭാഗമായാണ് ആക്രി പുനരുപയോഗത്തിനുള്ള നയവും നടപ്പാക്കുന്നത്. അതേസമയം 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾക്ക് പുനർ രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ ഫീസ് 25 ഇരട്ടിയിലേറെ കൂടുതൽ നൽകേണ്ടി വരും. സ്ക്രാപ്പ് നയം നടപ്പാക്കുന്നത് വാഹന വ്യവസായത്തിന് കൂടുതൽ ശക്തി പകരുമെന്ന് വാഹന കമ്പനി ഉടമകളുമായി നടത്തിയ ചർച്ചയിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അഭിപ്രായപ്പെട്ടിരുന്നു. പഴയ വാഹനങ്ങൾ പൊളിക്കുന്നതിനുള്ള കേന്ദ്രങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ആക്രിയുടെ ശാസ്ത്രീയ ശേഖരണം, പൊളിക്കൽ, പുനരുപയോഗത്തിന് തയ്യാറാക്കൽ എന്നിവയാണ് നയം തയ്യാറാക്കിയത്. ഇതിന് ചുവടുപിടിച്ചാണ് പഴയ വാഹനങ്ങൾ പൊളിക്കുന്ന നയം തയ്യാറാക്കിയിരിക്കുന്നത്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ വലിയ പ്രതിസന്ധിയാണ് വാഹന മേഖലയിൽ തന്നെ ഉടലെടുത്തിരിക്കുന്നത്. പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം നിർത്തിയത് സ്വകാര്യ ബസ്, ഓട്ടോ ടാക്സി മേഖലകളുടെ പ്രതിസന്ധി വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നിബന്ധനകളോടെ ടാക്സികൾക്ക് സർവീസ് നടത്താം എന്ന് സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് പൊതുഗതാഗതം വൈകാതെ പുനരാരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി സൂചനകൾ നൽകിയിരുന്നു. സാമൂഹിക അകലം ഉറപ്പാക്കിക്കൊണ്ട് പൊതുഗതാഗതം പുനരാരംഭിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രം തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശാരീരിക അകലം പാലിക്കുന്നതോടൊപ്പം വാഹനങ്ങളിൽ ഹാൻഡ് വാഷ്, സാനിറ്റൈസർ, ഫേസ് മാസ്ക് എന്നിവ നിർബന്ധമാക്കും. പൊതുഗതാഗതവും ദേശീയപാതയും തുറക്കുന്നത് ജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്തുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.